To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ചെന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ട് ഈ പഞ്ചാര വർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണം. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന് ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീനും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്റെ പൊന്നി ചേട്ടാ, കറണ്ട് ഉണ്ടോ നോക്കാം. എനിക്ക് ചേട്ടന്റെ ടെസ്റ്റ് ഒന്നും വേണ്ട, എന്റെ ഈ ചെറുപറല് മതി. ആരാണ് എന്റെ ഇടയില്? ഹലോ. ആ എന്താ മുണ്ടൂര്? ആ എത്ര കിലോ വേണം? എന്താണ് ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ. ഹലോ. ആ ഈ മുണ്ടൂരുമേ, ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ലാട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ആ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ മുണ്ടൂര്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ വന്നോടാ, നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്, തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? ആഹാ, നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ. ആഹാ, നിന്റെ സോപ്പേ കാണിച്ചു തരാടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കെ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ. ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുത്. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടാ, എന്റെ ചന്തി അടിച്ച. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവടാ. പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആരയക്കാനുള്ള കത്തൊക്കെ. മോളുടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കുറച്ച് എന്തെങ്കിലും ഉണ്ടോ ഇവിടേക്ക് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കെയർടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു. എനിക്ക് എന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചെ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ചെയ്യില്ല. പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവുന്ന മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? ആ, അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സർ, എന്താണ് സാർ? താനാണോ പവിത്രൻ?
പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല, താൻ കയറ്. അല്ല ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർ ടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. അതിനാ നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ്, ഞാനിവരെ അവിടെ ഇവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് പോകണമെന്നല്ലാതെ പോകുന്നു. അവിടെ 7Cയില്. എവിടെ ആരാ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷൻ ആണോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഇവന്മാരെ അറിയാൻ മേലെന്നല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. വിടോ, അവനെ സെല്ലോടി ഇരിക്കാൻ. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരി. പോലീസുകാരിയല്ലേ, കണ്ടുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ? നിൽക്കൂല അമ്മയും പെങ്ങന്മാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീയുടെ മൗത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീയല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് ഞാനകട്ടിലാണത്. ഞാനിങ്ങനോട് വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പൊ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇനി കട്ടിലിൽ തന്നെ കിടക്കണം. ഒരു നേരത്തെ നല്ല ആഹാരത്തിനായി പ്രതീക്ഷയോടെ പവിത്രൻ. ഈ പാക്കിംഗ് ഇതുവരെ തീർന്നില്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളോ? ഇനി ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് എപ്പോ തീരും? ഇപ്പൊ 1 മണി 2 മണിക്ക് എല്ലാം തീർക്കണം. നോ എക്സ്ക്യൂസ്.
ITIയിൽ പഠിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത് ശിവപ്രസാദ് എന്നൊരു ബസ്സിലാണ്. കൂടെ ഒരു കൊച്ചു കയറും. TTC-കാരിയായിരുന്നു. കയറുമ്പോൾ ഒന്ന് ചിരിക്കും, ഇറങ്ങുമ്പോഴും ഒന്ന് ചിരിക്കും, മിണ്ടത്തൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോകാൻ ചെങ്ങന്നൂർ കഴിക്കാതെ ചോറ് മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോ? ദാ ഇതൊരു ലക്ഷം കഴിച്ചു നോക്കി. കൊള്ളാലോ. ഇതേത് ഹോട്ടലിൽ നിന്നാ? ഹോംമെയ്ഡാ. എന്നാ പിന്നെ എനിക്കൂടെ ഒരെണ്ണം മേടിക്കാൻ മേലായിരുന്നോ? അതിന് എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. എന്നാണെങ്കിലും നല്ല കൈപ്പുണ്യമുള്ള ആരോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നുന്നു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. ദാ, ഏ വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കുവോ? ഷേ, എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല, അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനോടോ മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്കാ. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടൊന്ന് കൂടി.
കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്, വിലയും കുറവ്. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. ഏ പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുഴം കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയേട്ടവൻ. സോറി, 2 ദിവസം പുറത്തുനിന്ന് കഴിക്കണം. നല്ല സുഖമില്ല, വയറുവേദന. എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയ ശല്യപ്പെടുത്തരുത്. നോക്കിയും കണ്ടും നിന്നോളണം. പാവം. ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമാണ്. മുഴുവൻ കഴിക്കണം. പണ്ട് ലേബർ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളാ. ടച്ച് വിട്ടുപോയി. അത് തരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണും. നമ്മുടെ അടുത്തേക്ക് വന്ന് നീയാണ് എൻ്റെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ കാണും. പക്ഷേ നോക്കണ്ടേ, അടുത്തുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ. ലോകം മുഴുവൻ നിറയുന്ന ഈ പ്രണയം എനിക്ക് തരാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ. അത് നോക്കാതിരുന്ന എങ്ങനെ അറിയാനാ? പിന്നെ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കും? ജനറേറ്റർ റൂമിന്റെ ചാവി. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി നടക്കരുത്. ഓണാക്കിയേക്കണം. ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. അല്ല, അതിന് ജങ്കാറിന്റെ സമയം കഴിഞ്ഞില്ലേ? ആ, അത് കുഴപ്പമില്ല. ഞാൻ റോഡ് വഴി പോക്കോളാം. അയ്യോ, 10-25 കിലോമീറ്റർ അപ്പുറം കറങ്ങി അടിച്ചു പോകാനോ? അതിന് മാത്രം തന്നെ അത്യാവശ്യം. അതെ, ബ്രോയിന് സ്വപ്നം കണ്ടു. വല്ലാത്തൊരു കരച്ചിലാ. വിശന്നിട്ടാന്ന് തോന്നണേ. ആണോ? ലവ് ബീഡ്സ് കേട്ടാ എല്ലാരും പെണ്ണുങ്ങളെ സ്വപ്നം കാണും. ഇങ്ങനെ പട്ടീന്റെ സ്വപ്നം കണ്ടേക്കുന്നു. പോക്കും കഴിഞ്ഞു. നിന്നെ പാരങ്ങട് പിടിച്ച് അങ്ങോട്ട് പോടാ. ഒച്ചിട്ടല്ലേ നീ കേറി പോയേ പകലുണ്ടാക്കാതെ. സ്നേഹപ്രകടനം ചേർത്തി എഴുന്നേറ്റു. ഏതവനാണെന്ന് നിനക്കെന്താ ഇവിടെ കാര്യം? എവിടെയാണ്? എന്തിനാണ് ആൾക്കാർ അലറണത്? എന്താ ചേർത്തി, എന്താ നടന്ന പോലെ തോന്നണു? തോന്നലല്ല, നടന്നു. റോഡ് സൈഡ് അല്ലേ? ഇതൊന്നും കാര്യാക്കണ്ടെന്ന് വീട്. എന്ത്? അല്ല, എന്തൊന്നും നടന്ന കാര്യം പറഞ്ഞു. ആര്? ആരോ? അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ SI ആയിരുന്ന സ്റ്റേഷനാ.
കളി മാറും. എന്നെ വിളിച്ച പോരായിരുന്നു, ഇതിനൊക്കെ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? തീക്കട്ടി ഉറുമ്പരിക്കുന്നു കാണണമല്ലോ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. ആ, അതാണ്. പരിശ്രമം ഗംഭീരായിരിക്കുന്നു. കറി നന്നായിട്ടുണ്ട്. മുഴുവനും കഴിച്ചു. എന്താ എന്റെ പേര്? അസ്ത്രം. അസ്ത്രം കൊള്ളാലോ. ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ കറിയാണ് കഞ്ഞിയും അസ്ത്രവും. അതാ കോമ്പിനേഷൻ. ഏതായാലും അസ്ത്രം ഇട്ടുട്ടോ. ഏക്കണമല്ലോ. അതെ, അസ്ത്രത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചാ മതി. ഇതാണ് എന്റെ നമ്പർ. ഈ കുടിവെള്ളക്കാർ പുതിയതാണേ. മുഴുവൻ വെള്ളം ഒഴിച്ചോണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി കേട്ടോ. അല്ല, അപ്പൊ ഈ പുത്തമ്പറക്കാരെ മാറ്റിയോ? ഓ, അവന്മാര് ശരിയാവത്തില്ലെന്നേ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞാൽ ഇനി വേണ്ടാന്ന്. അവന്മാരുടെ വെള്ളവും കുഴപ്പമായിരുന്നു. ചേട്ടത്തിയുടെ മെസ്സേജാ. എന്ത് വള്ളിക്കെട്ടാണാവോ? മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അസ്ത്രത്തിന്റെ റെസിപ്പി വേണ്ട കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ. പാട്ടിഷ്ടായോ? അത് പറ. ആ, ഇഷ്ടപ്പെട്ടേ ഒക്കൂ. ഇതിലും നന്നായി പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല. അതാ ചേട്ടത്തിയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചത്. പേടിക്കണ്ട, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. നമുക്കിതുപോലെ കുറിപ്പിലൂടെ മിണ്ടാം. അറിയാം പോരെ? ഇല്ലെങ്കിലേ ആവശ്യങ്ങൾ കൂടും, ആഗ്രഹങ്ങളും. മതി, കുറിപ്പ് മതി.
താരാരാ? Who are you? Who? ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ. അവര് ജോലിക്ക് പോയിരിക്കുക. നമ്മളാരാന്നേ? പ്രിൻസ്. പ്രിൻസാ? ഏത് പ്രിൻസ്? കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. കാണാം.